ഒഴിവുകാലത്തെ ഉല്ലാസയാത്രയ്ക്കായി പോയവരാണ്. അവർ മടങ്ങിയെത്തുകയാണ് ആ നാട്ടിലെ കണ്ണീരിലേക്ക്. ഒരു തരത്തിലും താങ്ങാൻ കഴിയാത്ത വിധത്തിൽ പാങ്ങ് കണ്ണീർ കൊണ്ട് തളം കെട്ടി നിൽക്കുന്നു. അല്പസമയത്തിനകം ആ 9 പേരുടെയും മൃതദേഹങ്ങൾ പാങ്ങിലിയ സ്കൂളിൻ്റെ മുറ്റത്തേക്ക് എത്തും. അവിടെ പൊതുദർശനമാണ്. പ്രത്യേകം തയ്യാറാക്കിയ ആ പന്തലിൽ അവർ ഒരുമിച്ച് ആ ഉല്ലാസയാത്ര പോയവർ നിശ്ചലരായി കിടക്കും. അവരെ കാത്ത് കണ്ണീരുണങ്ങാതെ ഒരുപാട് പേർ കാത്തിരിക്കുകയാണ്. അതിൽ വിദ്യാർത്ഥികളുണ്ട്, സഹപ്രവർത്തകർ, അധ്യാപകരുണ്ട്, അവരുടെ ഉറ്റവരുണ്ട്, സ്നേഹിതരുണ്ട്. എല്ലാവരും കാത്തിരിക്കുകയാണ്. വാൽപ്പാറയിൽ വലിയ ദുരന്തത്തിൽ ജീവൻ നഷ്ടമായ 9 പേർ മടങ്ങിയെത്താൻ പോവുകയാണ് അല്പസമയത്തിനകം. ആ പൊതുദർശനത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണമാണ്. പാങ്ങ് അമ്പലപ്പറമ്പ് സ്കൂളിലാണ് പൊതുദർശനം നടക്കുന്നത്. 1 മണിക്കൂർ സമയത്തേക്കാണ് ഈ പൊതുദർശനം ആലോചിച്ചിരിക്കുന്നത്. എവിടെ തിരിഞ്ഞാലും വികാരനിർഭരമായിട്ടുള്ള അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ് ആ സ്കൂളിൻ്റെ മുറ്റത്തുള്ളത്. ആ സ്കൂളിലെ അധ്യാപകർ ഇനി അവരിൽ പലരും നിശ്ചലരായിട്ടാണ് അവിടേക്ക് മടങ്ങിയെത്തുന്നത്. ഏതാണ്ട് അർദ്ധരാത്രി 12 മണിയോടുകൂടിയാണ് പ്രത്യേക ഉത്തരവ് പ്രകാരം പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം തുടങ്ങി. പുലർച്ചെ 4 മണിയോടുകൂടി പൂർത്തിയാക്കി. അതിനുശേഷം പൊള്ളാച്ചി ടൗണിലെ മദ്രസയിൽ പ്രത്യേക പ്രാർത്ഥനകളും നടത്തിയാണ് അവിടെ നിന്നും ആ മൃതദേഹങ്ങൾ ഇപ്പോൾ മലപ്പുറത്തേക്കുള്ള യാത്രയിലാണ്. ഏതാണ്ട് 500 അടി താഴ്ചയിലേക്ക് മറിഞ്ഞ് ആ വലിയ അപകടം ഉണ്ടാകുമ്പോൾ അതിലുണ്ടായിരുന്നവരിൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞു മാത്രമാണ് ഇപ്പോൾ പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഗുരുതരമായി പരിക്കേറ്റവർ ഇപ്പോൾ കോയമ്പത്തൂരിലെ ആശുപത്രിയിലുണ്ട്. കോയമ്പത്തൂരിൽ നിന്ന് ഡാനി പോളും ഒപ്പം പാങ്ങിലെ ആ സ്കൂൾ മുറ്റത്ത് നിന്ന് CV അനുമോദ് നമ്മോടൊപ്പം ചേരും. ആദ്യം ഞാൻ ഡാനിയിലേക്ക് പോകുന്നു. ഡാനി, ഈ കോയമ്പത്തൂരിലെ ആശുപത്രിയിൽ ചികിത്സയിലാണ് അവരിൽ ചിലർ. ഒരിടത്ത് പാങ്ങിലെ സ്കൂൾ മുറ്റത്ത് വലിയൊരു പുരുഷാരം തടിച്ചുകൂടി നിൽക്കുന്നു. അവരുടെ പ്രിയപ്പെട്ടവരെ അവസാനമായി കാണാൻ വേണ്ടി പൊതുദർശനം അല്പസമയത്തിനകം ആരംഭിക്കും. മൃതദേഹങ്ങളും വഹിച്ചുള്ള ആംബുലൻസ് അവിടേക്ക് എത്താൻ പോവുകയാണ്. കോയമ്പത്തൂരിൽ ചികിത്സയിലുള്ളവരുടെ ആരോഗ്യസ്ഥിതിയെപ്പറ്റി എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? എൽദോ, അതീവ ഗുരുതരാവസ്ഥയിൽ എന്ന് തന്നെയാണ് 3 പേരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിയായിട്ട് പറയുന്നത്. നേരത്തെ 11 വയസ്സുകാരിയായ മിൻസിൻ എന്ന് പറയുന്ന പെൺകുട്ടി, അവളുടെ മാത്രമായിരുന്നു അല്പമെങ്കിലും ആരോഗ്യസ്ഥിതി ഭേദപ്പെട്ടിരുന്നത്. അതുകൊണ്ട് അവരെ നാട്ടിലേക്ക്, കേരളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആശുപത്രിയിലേക്ക് മറ്റു ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ആരോഗ്യസ്ഥിതി ആ കുട്ടിക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ കോയമ്പത്തൂർ മെഡിക്കൽ കോളേജിൽ ആശുപത്രിയിൽ, ഇവിടെ നമ്മൾ മെഡിക്കൽ കോളേജിലാണ്, ഇവിടെ ചികിത്സയിൽ ഉള്ളത് ടെമ്പോ ട്രാവലിൻ്റെ ഡ്രൈവർ മുഹമ്മദ് ഫായിസും അതോടൊപ്പം തന്നെ അവിടെ ഈ ഉണ്ടായിരുന്ന സ്കൂൾ ബസ് ഉണ്ടായിരുന്നു, അതിൻ്റെ ഡ്രൈവറായ നൌഷാദ് അലിയും ഒപ്പം തന്നെ അവിടെ പാചക തൊഴിലാളിയായിരുന്ന സജിതയുടെ മകൻ സജിതയും അപകടത്തിൽ മരിച്ചിരുന്നു. 11 വയസ്സുകാരൻ ഷഹദിൻ മുഹമ്മദ്. ഇവർ 3 പേരുമാണ് ഇവിടെയുള്ളത്. ഇതിൽ മുഹമ്മദ് ഫായിസും അതോടൊപ്പം തന്നെ നൌഷാദ് അലിയുടെയും ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമായി തന്നെ തുടരുന്നു എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നൌഷാദ് അലിയുടെ വാരിയെല്ലുകൾ ഒടിഞ്ഞിട്ടുണ്ട്. ആ വാരിയെല്ലുകൾ ഒടിഞ്ഞ ആന്തരിക അവയവങ്ങൾക്ക് ഗുരുതരമായ രീതിയിൽ ക്ഷതമേറ്റിട്ടുണ്ട്, രക്തസ്രാവമുണ്ട്. അതുകൊണ്ട് ഗുരുതരമായൊരു സ്ഥിതി തുടരുക തന്നെയാണ്. മറ്റ് ടെമ്പോ ട്രാവലിൻ്റെ ഡ്രൈവറായിരുന്ന മുഹമ്മദ് ഫായിസിൻ്റെ സ്ഥിതിയും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയാണ്. ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു കാര്യം, ഇതിൽ ഷഹദിൻ മുഹമ്മദ് 11 വയസ്സുകാരൻ, ഈ കുട്ടിയെ മറ്റൊരു വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അല്പസമയം മുൻപ് അറിയാനായിട്ട് സാധിച്ചത് ഈ കുട്ടിയുടെ അരയ്ക്ക് കീഴെ ഒരു ചലനശേഷി സംബന്ധമായ കാര്യങ്ങളിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നതാണ്. ഡോക്ടർമാർ കൂടുതൽ പരിശോധനകൾ നടത്തുകയാണ്. നേരത്തെ സംസാരിക്കുന്ന ബന്ധുക്കളും ഏതാണ്ട് ഇതേ രീതിയിൽ തന്നെയാണ് പറഞ്ഞത്. ഡോക്ടർമാർ അവരോട് പറഞ്ഞത് ഈ കുട്ടിയുടെ അരയ്ക്ക് താഴെയുള്ള ചലനശേഷി സംബന്ധമായി കുറച്ചുകൂടി വിശദമായ പരിശോധനകൾ നടത്തണമെന്നതാണ് പറഞ്ഞത്. ദൗർഭാഗ്യകരമായ ഒരു കാര്യം, കുട്ടിയുടെ ഉപ്പ നേരത്തെ മരണപ്പെട്ടതാണ്. ഇപ്പോൾ പാചക തൊഴിലാളിയായിട്ടാണ് സജിത മകനെ പോറ്റിയിരുന്നത്. ഏക മകനാണ്. സ്കൂളിലെ പാചക തൊഴിലാളി സജിതയും ഈ അപകടത്തിൽ മരണമടഞ്ഞിട്ടുണ്ട്.
തീർത്തും ഒറ്റപ്പെട്ട ഒരവസ്ഥ. നേരത്തെ ഇവിടെ സംസാരിക്കുമ്പോഴെല്ലാം തന്നെ ഇവർ പറയുന്നത് ഈ ഒരു കുട്ടിയുടെ കാര്യം ഓർക്കുമ്പോൾ വലിയ രീതിയിലുള്ള സങ്കടം എല്ലാവർക്കും തന്നെ ഉണ്ട് എന്ന് പറയുകയുണ്ടായിരുന്നു. ഏതായാലും ഈ ആശുപത്രിയിലൊരു ആരോഗ്യസ്ഥിതി ഈ രീതിയിൽ ഉള്ളതാണ്. ആശുപത്രിയിൽ കഴിയുന്നവരുടെ ഒരു ആരോഗ്യസ്ഥിതി ഇതേ രീതിയിൽ ഉള്ളതാണ്. അവിടെ നിന്ന് പെരിന്തൽമണ്ണയിൽ നിന്നുമായിട്ട് പലരും ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഒരു നാട് ഒന്നടങ്കം ഇവിടേക്ക് വരികയായിരുന്നു. ഇന്ന് ഇവിടെ വന്ന അവരുടെ നേരത്തെ മരണപ്പെട്ടവരുടെ എല്ലാം തന്നെ ഭൗതിക ശരീരങ്ങൾ അത് ഏറ്റുവാങ്ങുന്നതിനും ചികിത്സയിൽ തുടരുന്നവരുടെ ആരോഗ്യസ്ഥിതി അന്വേഷിക്കുന്നതിനും ഒരു നാട് ഒപ്പം നിന്നുകൊണ്ട് ആ സങ്കടങ്ങളിൽ ഒപ്പം നിന്നുകൊണ്ട് അവരുടെ ബന്ധുക്കൾ പ്രിയപ്പെട്ടവരുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞ് അറിയാവുന്നവരുണ്ട്, അവരെല്ലാവരും ഇവിടേക്ക് പോരുന്നൊരു സ്ഥിതിയായിരുന്നു നമ്മൾ കണ്ടത്. ഇവർ എല്ലാം തന്നെ നാട്ടിൽ നിന്ന് വന്നതാണ്. പെരുന്നാൾ അവിടെ നിന്ന് വരികയാണ് അല്ലേ? ഞങ്ങളെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. കൂടുതൽ വിവരങ്ങൾ അറിയില്ല. വിവരങ്ങളൊന്നും അറിയായിട്ടില്ല. ഡോക്ടർമാരായിട്ട് സംസാരിക്കാൻ പറ്റിയിരുന്നു? ഡോക്ടർമാരായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അവനാണ് സംസാരിച്ചത്. നേരത്തെ പറഞ്ഞത് അതുപോലെ എല്ലാവരെയും 3 ആളെയും ICUക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഡോക്ടർമാർ 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാമെന്ന് പറഞ്ഞാണ്. കാരണം കൂടുതൽ അവരോട് ചോദിക്കാനും കഴിയില്ല. കാരണം അത്രമേൽ അവർക്ക് ആ ഒരു ദുരന്തത്തിൻ്റെ ആഘാതം അവർ ഉൾക്കൊള്ളുകയാണ്. വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ്. ഓരോരുത്തർക്കും പലരും തന്നെയും അവരുടെ ബന്ധുക്കളും എല്ലാം തന്നെയാണ്, അയൽവാസികളായവരുണ്ട്, എല്ലാവരും തന്നെയുണ്ട്. എല്ലാവർക്കും ഇത് ഈ മരണപ്പെട്ടവരുമായി അല്ലെങ്കിൽ ഈ യാത്രാ സംഘത്തിലുള്ളവരുമായി ഏതെങ്കിലും രീതിയിലെല്ലാം തന്നെ ബന്ധമുള്ളവർ തന്നെയായിരുന്നു ഓരോരുത്തരും ഇവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ വലിയ രീതിയിൽ ആളുകൾ ഇവിടെ ഈ ആശുപത്രിക്കും അതോടൊപ്പം തന്നെ നേരത്തെ പോസ്റ്റ്മോർട്ടം നടന്നിടങ്ങളിലും എല്ലാം തന്നെ തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ആശുപത്രിയിൽ ഇവിടെ അവശേഷിക്കുന്നത് 3 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. 3 പേരുടെയും ആരോഗ്യസ്ഥിതി അല്പം മോശം തന്നെയാണ്. 48 മണിക്കൂർ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ മെഡിക്കൽ വിശദാംശങ്ങൾ, മെഡിക്കൽ ബുള്ളറ്റിൻ തന്നെ സംബന്ധിയായ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എൽദോ, ഇപ്പോൾ അതാ പാങ്ങിലെ സ്കൂളിലേക്ക് ആ 9 പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചു. അവിടെ പൊതുദർശനം ആരംഭിക്കുകയാണ്. ആ സ്കൂൾ മുറ്റത്തേക്ക് അവരെത്തുകയാണ് നിശ്ചലരായി. രാവിലെ തന്നെ പൊള്ളാച്ചിയിലെ ആശുപത്രിയിൽ നിന്നും ഏതാണ്ട് 6 മണിക്ക് പുറപ്പെട്ടതാണ്. ഇപ്പോഴിതാ മലപ്പുറത്ത് ആ പാങ്ങിലെ ആ സ്കൂളിലേക്ക് അവരെത്തി. CV അനുമോദ് അവിടെ നിന്നും ചേരുന്നത്. അനുമോദ്, അങ്ങേയറ്റം വൈകാരികമായിട്ടുള്ള കണ്ണീരണിയാത്ത ഒരു മുഖമില്ല അവിടെ എന്ന് തോന്നുന്നു. അത്രമാത്രം വൈകാരികമായിട്ടുള്ള നിമിഷങ്ങളാണ്. പൊതുദർശനം ആരംഭിക്കാൻ പോവുകയാണ്. നമ്മുടെ ആംബുലൻസിന്റെ കൂടെ അവരുടെ ബന്ധപ്പെട്ടവരുണ്ടാകും. അവരെയും അകത്തോട്ട് കടത്തിവിടണം. അവർക്ക് കാണാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. മൃതദേഹം നടത്തുന്ന ആംബുലൻസുകൾ പ്രത്യേക സൗകര്യം ഒരുക്കി കൊടുക്കണം. ദയവ് ചെയ്ത ആളുകളൊന്നും മാറി നിൽക്കുക. നമ്മുടെ ആംബുലൻസിൽ നിന്ന്